ഇതിനകം മിനിമം ഡിഗ്രി അതുപോലെ തന്നെ +2 അതുപോലെ 10ാം ക്ലാസ് ഇങ്ങനെ വിവിധ യോഗ്യതയുള്ള പോസ്റ്റുകൾ നമ്മുടെ SSC വിളിച്ചത് ഇത് നമ്മുടെ കേരള കർണാടക റീജിയന്റെ അതായത് നമ്മുടെ ഈ ഒരു സദേൺ പാർട്ടിൽ അപേക്ഷിക്കാൻ പറ്റുന്ന നിരവധി പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ടിട്ടുള്ള യൂണിഫോം പോസ്റ്റുകൾ അതുപോലെ തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഡിഫൻസ് സെക്ടറിലേക്ക് അതായത് കാഡറ്റ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള അപേക്ഷ നമ്മുടെ ഈ ഒരു സദേൺ പാർട്ടിലേക്കും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും KK 109-25 എന്നാണ് ഇതിൻ്റെ പോസ്റ്റ് കോഡ് വരുന്നത്. ഈ പോസ്റ്റ് കോഡിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ 300ഓളം പോസ്റ്റുകൾ അതായത് 300+ പോസ്റ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അതിലൊരു പോസ്റ്റ് മാത്രമാണ് ഈ കാഡറ്റ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഈ 300 പോസ്റ്റുകളെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചുരുക്കി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, നോട്ടിഫിക്കേഷൻ വീഡിയോ. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കിട്ടും. ഈ പോസ്റ്റിന് അപേക്ഷിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ്ലി താഴെ പോയിട്ട് ആ വീഡിയോ അപേക്ഷിക്കുന്ന വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഏകദേശം അപേക്ഷിക്കേണ്ട കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് മനസ്സിലാവും. എന്നിട്ട് ഈ പോസ്റ്റ് കോഡ് എങ്ങനെ ഉപയോഗിക്കണം, SSC അതായത് SSCൻ്റെ കേരള കർണാടക റീജിയനിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, എല്ലാം നിങ്ങൾക്ക് അത് കാണുമ്പോഴേക്ക് മനസ്സിലാവുന്നതാണ്. എനിവേ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. പോസ്റ്റ് കോഡ് നമ്മൾ പറഞ്ഞു. അപ്പോൾ പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ്. കർണാടകത്തിലാണ് നിങ്ങൾ പോസ്റ്റിംഗ് വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ ആയിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഡിഗ്രീൻ്റെ കൂടെ NCC C സർട്ടിഫിക്കറ്റ്, കാഡറ്റ് ഇൻസ്ട്രക്ടർ ആയതുകൊണ്ട് തന്നെ C സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഡിഫൻസ് ആണ്. നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഡിഫൻസിൻ്റെ അണ്ടറിലേക്കാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കാനായിട്ട് പോകുന്നത്. ഓഫീസ് നെയിം എന്ന് പറയുന്നത് നാഷണൽ കാഡറ്റ് ക്രോപ്സ്, അതായത് നമ്മുടെ NCCൻ്റെ കീഴിലാണ് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ആവാനായിട്ട് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണ്ട, അതായത് മറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപേക്ഷിക്കുന്ന വീഡിയോ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് കേട്ടോ, അത് കണ്ടാൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 25,500 മുതൽ 81,100 വരെയാണ്. ഇത് ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫീമെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൂടെ പഠിച്ച പല സുഹൃത്തുക്കളും ഉണ്ടാകും, അവർക്കെല്ലാം NCCയിൽ എന്തുണ്ടാവും, C സർട്ടിഫിക്കറ്റ് ഉള്ളവരുണ്ടാവും. പിന്നെ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുപാടധികം പെൺകുട്ടികൾക്ക് C സർട്ടിഫിക്കറ്റ്, ഡിഗ്രിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിലേക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് നിങ്ങളിത് ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് SC STക്ക് 5 വർഷം പ്രായത്തിലുള്ളവുണ്ട്, OBCക്ക് 3 വർഷം പ്രായത്തിലുള്ളവുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്രൂപ്പ് C പോസ്റ്റാണ്, നോൺ ടെക്നിക്കൽ പോസ്റ്റാണ്. സാലറിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വേക്കൻസി നമുക്ക് നോക്കാം. 4 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞ പല പോസ്റ്റിനും 1ഉം 3ഉം ഒക്കെ ആയിരുന്നു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഉണ്ട്. കാരണം ഇതിൽ 300+ പോസ്റ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിലെല്ലാത്തിലും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വിവിധ വേക്കൻസി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഏത് പോസ്റ്റ് എടുത്ത് നോക്കിയാലും വളരെ കുറവ് വേക്കൻസി മാത്രമേ കാണത്തുള്ളൂ. ഇതിന് 4 ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വനിതകൾക്ക് ഫീസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വളരെ അനായാസമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ അത് മനസ്സിലാക്കിയതിന് ശേഷം, കമൻറ്റ് ബോക്സിലുണ്ട്, മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.